കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ അന്തരിച്ച സൂരജ് ലാമയുടെ ദുരൂഹ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം. വീഴ്ചകൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണം, കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്നാണ് കോടതി പറയുന്നത്. കേസ് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്? ത്തിലേക്ക് കടക്കണമെന്നുള്ളതാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മരണവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം മരണകാരണം വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ കൊലപാതക സാധ്യത ഉൾപ്പെടെ അന്വേഷണ വിധേയമാക്കണമെന്നുള്ളതാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം. അത് മാത്രമല്ല, ഈ വീഴ്ചകളിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും മറ്റ് സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിലും അന്വേഷണം നടത്തണം, കുടുംബത്തിന് എല്ലാവിധ നീതിയും ഉറപ്പാക്കുമെന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, കേസ് പ്രത്യേക സംഘമാണ് അന്വേഷിക്കുക. SITക്ക് കീഴിൽ ഒരു DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ മേൽനോട്ടം വഹിക്കും. ലാമ കൊച്ചിയിൽ എത്തിയത് മുതൽ മൃതദേഹം കണ്ടെത്തിയത് കളമശ്ശേരി HMDയുടെ ഭാഗത്താണ് മൃതദേഹം കണ്ടെത്തിയത്. അതുവരെയുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം. പ്രത്യേകമായിട്ടൊരു കേസ് ആവശ്യമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. എന്തായാലും 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ അന്വേഷണം നടത്തിയതിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുകയാണ്. നേരത്തെ സൂരജ് ലാമയുടെ മരണത്തിൽ പോലീസ് സംവിധാനങ്ങൾക്ക് വലിയ രീതിയിൽ വീഴ്ച പറ്റിയെന്ന് ഹൈക്കോടതി വിമർശിച്ചിരുന്നു. കാരണം ഒരു വിജനമായിട്ടുള്ള HMDയുടെ പ്രദേശത്താണ് സൂരജ് ലാമയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഒരു വിജനമായ പ്രദേശം പരിശോധനയ്ക്ക് വിധേയമാക്കാതെ ഇട്ടിരിക്കുന്നതിനെ വലിയ രീതിയിൽ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. മാത്രമല്ല, കൃത്യമായിട്ട് സൂരജ് ലാമയെ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് പോലീസിന്റെ ഭാഗത്തുനിന്നും നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ സൂരജ് ലാമ കൊച്ചിയിൽ വിമാനമിറങ്ങി പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഒരു പരിക്ക് പറ്റിയെത്തുന്നു. പിന്നീടാണ് കാണാതാകുന്നത്. ഈ കണ്ടെത്തുന്നതാകട്ടെ ഒരു വിജനമായിട്ടുള്ള പ്രദേശത്ത്, അതും മാസങ്ങൾക്ക് ശേഷം. അതിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സംവിധാനങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായത്. എന്തായാലും സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇക്കാര്യത്തിൽ അടക്കമാണ് വിശദമായിട്ടുള്ള അന്വേഷണം പ്രത്യേക സംഘം നടത്തണമെന്നുള്ള ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്തായാലും 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ പ്രത്യേക സംഘം അന്വേഷണം നടത്തി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കണം. രാഖി. രേഷ്മ, സൂരജ് ലാമയുടെ ദുരൂഹ മരണത്തിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി. വീഴ്ചകൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. രേഷ്മ ബാബുവാണ് വാർത്താ വിശദാംശങ്ങൾ നൽകിയത്.